നമ്മളങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗ്രാസ് ഐസ്ലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഒരു ബോട്ടിംഗ് ആണ് വരുന്നത്. നമുക്ക് ബോട്ടിങ്, എനിക്ക് തോന്നുന്നത് ഇത് കായലും കടലും കൂടി ചേരുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്, നമുക്ക് ബോട്ടിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് ആ ബോട്ടിങ്ങിൻ്റെ ഏരിയ കേട്ടോ. കുറേ ആളുകൾ ഉണ്ട് കേട്ടോ, നല്ല ക്രൗഡാണ്, അത്യാവശ്യം ക്രൗഡഡ് ഉണ്ട് കേട്ടോ. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ആളുകളുണ്ട്. ഇതാണ് ബോട്ട് വരുന്നത്. ഇതാണല്ലേ, അപ്പം എങ്ങനെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും. ഇതാണ് ആ ബോട്ട് കേട്ടോ വരുന്നത്. സംഭവം കൊള്ളാം കേട്ടോ, നല്ല ഒരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ഐസ്ലാൻഡിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ടേജ് ഇവിടെ നമുക്ക് പോവാം. നമുക്ക് എൻട്രി വരുന്ന ഇവിടെ നിന്നാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ആട്ടോ വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇതാ വലിയ പ്ലേസ് വരുന്നത്. ഫോർട്ട് അഗുണ്ട ഫോർട്ട് വരുന്നുണ്ട് ഇവിടെ. പിന്നെ അഗുണ്ട ജയില് ഡോൾഫിൻ പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോൾഫിൻ ട്രിപ്പ് 350 റുപ്പീസാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നമ്മളെ ഏരിയയിലേക്കുള്ള ബോട്ടിങ്ങിൻ്റെ വണ്ടികൾ വെക്കുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബോട്ടിൽ കയറാം. നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്, ചെക്കന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ നമുക്ക് ബോട്ട് കയറിയിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടോ. ഇനി നമ്മൾ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്, ടിക്കറ്റൊക്കെ കൊടുത്തു സെറ്റാക്കി നമുക്ക് ബോട്ടിലേക്ക് കയറട്ടോ. നമുക്ക് ബോട്ടിൽ കയറട്ടോ. എല്ലാരും സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇടണം. നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും നമ്മളെ സേഫ്റ്റി കാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ബോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹൗ ഈസ് ദ എക്സ്പീരിയൻസ് രാഹുൽ ഭായ്? ഓടെ പട്ടി സൂപ്പർ ആട്ടോ, നല്ല ആംബിയൻസ് ആട്ടോ, അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിംഗ് ആട്ടോ. നല്ല രസമുണ്ട്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാ വെള്ളത്തിൽ ഇങ്ങനെ ഇത് IPS 69 6080 69. നല്ല ആംബിയൻസ് കിട്ടോ, നല്ല വൈബായിട്ട് പോകാൻ പറ്റുന്ന ഒരു ബോട്ടിംഗ് ആട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ ബോട്ടുകളുണ്ട്, മീൻ പിടിക്കാനുള്ള ബോട്ടുകളും അതിന്റെ കൂടെ പോകുന്നുണ്ട്. ഇതൊരു പുഴയാണെന്നാ തോന്നുന്നു, കടലും പുഴയും കൂടി ചേരുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത് കടലിലേക്ക് കയറുന്ന, അതായത് നമ്മള് ഡോൾഫിൻ സ്പോട്ടിലേക്കും കൂടിയാണ് പോകുന്നത്. ഡോൾഫിൻ വരുന്നാണ് പറയുന്നത്, നമുക്കൊന്ന് പോയി നോക്കാം.
നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. നമുക്കിത് അവിടെ ഈ കടലാണ് കാണുന്നത് കേട്ടോ. കടലാണ് കാണുന്നത്. അവിടെ ഈ അനന്തമായിട്ട് കിടക്കാണ്. സെറ്റ് ആയിരുന്നു. ഇവിടെ ഒരു സ്പോട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു സ്പോട്ട് കാണുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ആംബിയൻസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ ലൊക്കേഷൻ ആട്ടോ. എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടത് ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ. അത് വരുന്നത് ഡോൾഫിൻ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോൾഫിൻ കാണോ ഇല്ലോ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, പോയി നോക്കാം. ഇത് നമ്മള് കടലിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ഒരു കുന്നിൻചെരിവ് കാണുന്നുണ്ട് കേട്ടോ. കുറെ വണ്ടികൾ ബോട്ടിങ് ചെയ്യുന്നുണ്ട്. അവിടെയോ കണ്ടില്ല. മെയിനായിട്ട് ഇത് ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ വരുന്നത്. ടൂറിസ്റ്റ് സ്പോട്ടാണ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് ആ സൈഡിൽ നമുക്ക് നമ്മളെ പാറക്കല്ല് പോലുള്ള സാധനങ്ങൾ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. പിന്നെ അവിടെ എന്തോ റിസോർട്ടാണെന്ന് തോന്നുന്നു. എന്താണെന്ന് കറക്റ്റ് വലിയ ഐഡിയ ഒന്നുമില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ബാഗ് തന്നിട്ടില്ല എന്നാ ഇപ്പൊ പറ്റില്ല, കുറച്ച് തിരക്കിലാണ്, പിന്നെ തരാൻ പറയും. നിങ്ങൾ ഇതിനാ മനുഷ്യ തന്നെ ആലോചിച്ചോണ്ടിരിക്കണ വേറെ 100 കാര്യങ്ങളില്ല ഇവിടെ ആഘോഷിക്കാൻ. അന്ന് ഇറങ്ങി പോകുന്നുള്ളു. ആ സാധനം കിട്ടണ വീട്ടില് അടുത്ത പ്രാവശ്യം ഇവിടെ റൂം എടുക്കണം. ഇവിടെ ഒരു റിസോർട്ട് ആട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി റിസോർട്ട് ആട്ടോ. നല്ല ആംബിയൻസിലാണ്. നല്ല ആംബിയൻസിലാട്ടോ. ബീച്ചിന്റെ തൊട്ടടുത്ത് നല്ല വ്യൂവിലാണ് ആ ബീച്ചിന്റെ റിസോർട്ട്. വീടാണോ? ഹസീന മഞ്ചാരി സിനിമ ഹസീന മഞ്ചാരി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്പോട്ടാണ് ഇതെന്നാണ് ഇവര് പറയുന്നത്. ഞാൻ കൊറേ പടം ഷൂട്ട് ചെയ്ത ഏരിയ കേട്ടോ ഈ കാണുന്നത്. ആ വീടാണ്, റിസോർട്ടല്ല. സോറി, അത് റിസോർട്ടല്ല കേട്ടോ, വീടാണ്. മലയാളം പറഞ്ഞാൽ മതി. മലയാളം ചാനലേ. മൊബൈൽ നോക്കി പിടിച്ചോ, വെള്ളത്തിൽ വീണ ഒരാളെടുത്തില്ല. ഇത് ജയിലാട്ടോ അവിടുത്തെ. നമ്മളെ പണ്ടത്തെ പോർച്ചുഗീസുകാര് വന്നിട്ടുള്ള ജയിലാട്ടോ ഈ കാണുന്നത്. മുകളില് കാണുന്നതാണ് നമ്മളെ ഫോർട്ട് കേട്ടോ. മുകളില് ഫോർട്ടാണ്. അവിടുന്ന് താഴോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. അവിടുന്ന് നമുക്ക് ജയിലാണ് ഈ താഴത്ത് കാണുന്നത്. ഇത് ഫുള്ള് ജയിലാട്ടോ. ആ ഫുള്ള് കാണുന്ന ജയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെ ചേട്ടൻ ഫുള്ള് നമ്മളെ പേടിപ്പിക്കുന്നു കേട്ടോ. ഫുള്ള് ഇളക്കിയിട്ട് ഞാൻ സേഫ് ജാക്കറ്റ് ഇട്ടിട്ടില്ല. എനിക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. ഇതിലൊക്കെ വീട് കഴിഞ്ഞാൽ തീർന്നിട്ടാ. പക്ഷെ നല്ല വൈബുണ്ട് കേട്ടോ. പേടിപ്പിക്കല്ലേ. അപ്പൊ നമ്മള് ഏകദേശം നടുക്കിലേ എത്തിട്ടോ. അയ്യോ, ഇവിടെ നല്ല ആളുണ്ട് കേട്ടോ. നമ്മള് കുറച്ച് നല്ല നടുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല. കുറച്ച് ജാക്കറ്റ് ഇവിടെ ഉള്ളൂ, ബാക്കിയൊന്നും ഇട്ടിട്ടില്ല. സേഫ് അല്ല, എങ്കിലും കുഴപ്പമില്ല. എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടീം ഫുള്ള് എൻജോയ് ചെയ്യുന്നുണ്ട്. സംഭവം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാട്ടോ. നമുക്ക് ബീച്ചിന്റെ നടുവിലേ പോയിട്ട് അവിടെ കുറെ ഇതേമാതിരി ബോട്ടിങ് പോകുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല ആഴുണ്ട് കേട്ടോ. ഈ വെള്ളം കണ്ടാൽ തന്നെ നല്ല പച്ചപ്പും ആയിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് കണ്ടോ, വെള്ളം ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഡോൾഫിൻ എന്റെ കണ്ടില്ലെങ്കിൽ സാറേ എടാ ഇവിടെ ഡോൾഫിൻ ചാടുന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോട്ടെ, രാവിലെ തൊട്ടെ ഞാൻ അങ്ങോട്ട് പോട്ടെ. നമുക്കിവിടെ ഡോൾഫിൻ കാണാൻ പറ്റുന്ന കേട്ടോ പറയുന്നത്. ഒന്ന് ഞങ്ങൾ കണ്ടു, വീഡിയോയിൽ കിട്ടിയോന്ന് അറിയില്ല. ഡോൾഫിൻ ഇപ്പൊ വരും. ഡോൾഫിൻ ഇവിടെ പൊന്തുന്നാണ് പറയുന്നത്. ഇപ്പൊ പൊന്തുന്നായിരിക്കും. ഒന്നുണ്ട് ഞാൻ കണ്ടു. ഒരു ഡോൾഫിൻ ഞങ്ങൾ കണ്ടു, പക്ഷെ വീഡിയോയിൽ കിട്ടിയില്ല എന്നാ തോന്നുന്നു. വൈഡിടാം എന്നാ പിന്നെ എവിടെയെങ്കിലും ചാടിക്കോളും. എല്ലാരും സൈലന്റ് ആവും. ഇതാണ് ഡോൾഫിൻ പോയിന്റ് അല്ലേ? ഞങ്ങളുണ്ട്. കാണാനില്ല, പോയി ഓടിയോ. ഒരു ഡോൾഫിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഒന്നെങ്കിലും ഒന്ന്. പൈസ പോയി ഡോൾഫിനെ കണ്ടായിരിക്കും. നമ്മളെ നേരെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ, ഒരു ബോട്ടും കൂടി ഉണ്ട്. ഒരു ഇതേമാതിരി കാണാൻ ഇറങ്ങിയാണ്. നമുക്ക് ഒന്നേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നല്ല തിര അടിക്കുന്നു കേട്ടോ, നല്ല തിര വരുന്നുണ്ട്. സംഭവം നല്ല പേടിയുണ്ട് കേട്ടോ, നല്ല പേടിയുണ്ട് എനിക്ക്. ഈ ജാക്കറ്റ് എന്നത് തങ്കി തരോ? വെള്ളത്തിൽ പോയി കഴിഞ്ഞാ ഞാൻ കണ്ടു ഫുള്ള് സീൻ. എവിടെ പോയത്? കിട്ടിയെന്ന് അറിയില്ല, ഞാൻ കാണില്ല. ഞാൻ എടാ കിളകല്ലട്ടാ, നല്ല ആട്ടാറുണ്ട്. ഇതിലെ 9 പേരെ പാടുള്ളൂ, 11 പേരുണ്ടല്ലേ? മറ്റേ ബോട്ട് കുറച്ചും കൂടി വലിയ ബോട്ട് കേട്ടോ. അതിൽ കുറെ ആളുകളുണ്ട്. നമ്മളെ ബോട്ടിലാകെ സ്പേസ് ശരിക്കും 9 ആക്കാണ്. അതൊന്നും ഇപ്പൊ പറയണ്ട, വല്ല കേസൊന്നും പണിയിട്ടു. പക്ഷെ നമ്മൾ 11 ആളുണ്ട് ഇതില്. പെട്ട് എല്ലാരും. അല്ല ഇവിടുന്ന് മുങ്ങി ഒരു രക്ഷിക്കടാ.
നമ്മളൊരു 2-3 ഡോൾഫിൻ കണ്ടു കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നല്ല തിരണ്ട്, എല്ലാരും സേഫ് ആയിട്ട് വരിക. അവിടെ നമുക്കൊരു ഒരു ബോട്ട് കാണാം കേട്ടോ. വയ്യ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും. ദൈവമേ നമ്മളിപ്പോ ഒരു മണിക്ക് കയറി കേട്ടോ. അപ്പൊ 1:30 ഒരു അരമണിക്കൂറും കൂടി ഉണ്ട്. 1 മണിക്കൂറാണ് നമ്മളെ ഈ ട്രിപ്പ് വരുന്നത്. നല്ല ഉപ്പുണ്ട് കേട്ടോ. ഈ ചേട്ടനാണെന്ന് വെച്ചാൽ നല്ല പേടിപ്പിക്കുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മസ്റ്റ് ആയിട്ട് വരുന്നത് അടിപൊളിയാണ്. നമുക്ക് നല്ല ആംബിയൻസ് കേട്ടോ, അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി ലൊക്കേഷനാണ് നമുക്ക് വരുന്നത്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. മുന്നേ നമുക്ക് കുറെ ബോട്ട് കാണാം കേട്ടോ. ബോട്ടൊക്കെ സെറ്റാണ്, ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നഷ്ടാവും, 350 നഷ്ടാവും. കിട്ടിയെന്ന് അറിയില്ല, ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട്. വണ്ടി എടുക്കുന്നു ഓൻ ഓടിക്കാറില്ലെങ്കിൽ തരാൻ പറയാം. ഇവിടെ നേരത്തെ ഒരു ഡോൾഫിൻ ചാടി കേട്ടോ. ഇനി കിട്ടും, അതാ ഞാനും നോക്കും. എല്ലാരും കൂടി വളയുന്നു. നമ്മളങ്ങനെ ഒരു റൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മള് കരയിലേക്ക് അടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടേക്ക് അടുത്ത് വണ്ടി അടുപ്പിച്ചിട്ടുണ്ട്. 15 മിനിറ്റിന്റെ സ്ഥാനം കയറണോ? വണ്ടി അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് കറക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകാം. നമ്മളങ്ങനെ വണ്ടി അടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കരയിലേക്ക് കയറാം. കൊള്ളാട്ടോ, നല്ല നൈസ് റൈഡിങ് ആണ്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. എല്ലാരും ഇതേപോലെ എല്ലാരും കയറി കേട്ടോ. എല്ലാ വണ്ടിയും ഇതാ അങ്ങനെ വരിക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. യമഹാന്റെ എഞ്ചിൻ കേട്ടോ, എല്ലാ വണ്ടിക്കും കാണുന്നു. നല്ല വണ്ടി കാണാൻ പറ്റും.
നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ എത്തിട്ടോ. നമ്മൾ ഒലിവ് ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഫുഡ് നമുക്ക് നോക്കാം. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നേരെ പോന്നു. നല്ല വിശപ്പായിട്ടോ. ആ വെയിലൊക്കെ കൊണ്ടപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങി. നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. കുറച്ച് നല്ലൊരു വെറൈറ്റി റെസ്റ്റോറൻറ്റ് കേട്ടോ. കുറച്ച് മാറിയിട്ടുള്ള ഉള്ളോട്ടുള്ളൊരു സെറ്റപ്പിലാണ്. ആണ് ഇതിൻ്റെ എൻട്രി. ആംബിയൻസ് നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. നല്ല സെറ്റ് ചെയ്ത് വെച്ചാൽ. പിന്നെ വേറെ വിട്ട് എന്താ വെച്ചാൽ ഇവിടെ DJ പരിപാടി ഉണ്ട് കേട്ടോ. ഉണ്ടോ DJ ഒക്കെ ഉള്ളൊരു സെറ്റപ്പുള്ളതാണ്. ഈ കാണുന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ നടുക്കായിട്ടൊരു മരം കണ്ടോ. സെറ്റാണ്, നല്ല ആംബിയൻസ് ഉള്ളതാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി വണ്ടി കേട്ടോ. ഇതൊക്കെ ഓപ്പൺ ടൈപ്പുള്ള ഒരു വണ്ടി. ഏതാ ബ്രാൻഡ് എന്നറിയില്ല. കോർട്ടൈനോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്. ഇവിടെ നമ്മളെ CID മൂസയത്തെ സെയിം വണ്ടി കേട്ടോ. നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. കോർട്ടിന എന്നാണ് ഇതിൽ പേര് കാണുന്നത്. നല്ലൊരു എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് വണ്ടിയാന്ന് തോന്നുന്നു. ഇന്റീരിയറൊക്കെ ഉണ്ടോ. ഇന്റീരിയറൊക്കെ കൊള്ളാം കേട്ടോ. നല്ല ഒരു വെറൈറ്റി ഇന്റീരിയർ ഉണ്ടോ. മീറ്റർ ബോർഡൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫോർഡിൻ്റെ കേട്ടോ വണ്ടി. ഫോർഡിൻ്റെ ഇമ്പോർട്ട് ചെയ്തൊരു ടൈപ്പ് വണ്ടി കേട്ടോ. നല്ല സീറ്റിങ്ങും അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റ് കേട്ടോ. ബാക്കേജ് കുറച്ച് ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ ലൈറ്റ് കണ്ടോ. ലൈറ്റൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതാണ് ലൈറ്റ്, ഒരു വെറൈറ്റി ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വീലൊക്കെ കണ്ടോ. വീൽ കപ്പൊക്കെ വീലിട്ടാണ് പുതിയതായിട്ട്. ബാക്കി ഇനി ചേഞ്ച് ഉണ്ട്. നമ്മൾ ഇവിടെ ഉള്ളൊരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷം നോക്കും. അവിടെ കുറച്ച് പർച്ചേസിങ് ആണ്. നമുക്ക് അവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ, മാർക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കിയോ. ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ. ഒരു ചെറിയ ലോക്കൽ മാർക്കറ്റ് കേട്ടോ. ഒരു ലോക്കൽ മാർക്കറ്റ് കേട്ടോ. അത് നമുക്ക് ലോക്കൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ. ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, പിന്നെ നമുക്ക് കൂളിംഗ് ഗ്ലാസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രസ്സുകൾ കൂടുതലായിട്ട് ഡ്രസ്സൊക്കെയാണുള്ളത്. സ്റ്റുഡൻസിനൊക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല ഇറക്കലായിരിക്കും. ഇവിടെ ഫുൾ ചാമ്പലാട്ടോ. ഫുഡ് വന്നിട്ട് ഞങ്ങൾ ചാമ്പി. ഇനി എന്ത് ചാമ്പലാന്ന് ഞങ്ങൾ നോക്കട്ടെ അല്ലേ. അതെ അതെ, നല്ല ചാമ്പല കിട്ടി. ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കണം. ആര് വന്ന് ചോദിച്ചാലും 100 വട്ടം ചോദിച്ചിട്ട് ഒരു സാധനം വാങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഉണ്ടോ റീബുക്ക് ആക്കിയിട്ട് നമ്മളെ പറ്റിക്കും. ചുമ്മാ വില വെച്ചോക്ക്. ചുമ്മാ വില വയ്ക്കും. നമുക്ക് ലൈവ് ഇടാം. 250. പിന്നെ ഒരു ടാക്സി ഓടുന്ന 250 റുപ്യ പറയുന്നത്. ഇവര് കച്ചവടം ജീവിക്കാൻ വേണ്ടിട്ട് ഒരു ആൾക്കാരെ പറ്റി ജീവിക്കുന്നു. അതേപോലെ തന്നെ വേറെ സീനൊന്നുമില്ല. പിന്നെ ഇവിടെ സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ അങ്ങനത്തെ ടോയ്സുകൾ തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഞാൻ ഫുള്ള് ടോയ്സിന്റെ നടുക്കാനുള്ളത്. ഫുൾ ടോയ്സ്. എവിടെ பார்த்தாലും ഗേൾസിന് വേണ്ടിയിട്ട് വള സാധനങ്ങൾ. പക്ഷെ ഒക്കെ റേറ്റ് കൂടുതൽ കേട്ടോ. നമ്മളവിടെ 10 ഇവിടെ 50-100 ആക്കി വിൽക്കുന്നു. അങ്ങനത്തെ ഐറ്റംസ് ആണ് അവിടെ. നമ്മളെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഉണ്ടോ എന്താ ഈ
പാവാച്ചുട്ടികൾ, മാലകൾ എല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഒരു ബെബിൻക എന്ന് പറഞ്ഞിട്ട് ഒരു സ്നാക്സ് ഉണ്ട് കേട്ടോ. ഇതിനെന്താ പറയാ? ബെബിൻക snacks. Snacks means the special food there. What specialty? गोवा का लोकल स्वीट है, कोकोनट और Sweet. चॉकलेट का. Coconut and chocolate mixing. Coconut and chocolate mixing ആണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഒന്നിനെ കളറേ It's large price 250 260 260 രൂപ. പിന്നെ ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ട്. നട്സ് ഉണ്ട്, ബദാം ഉണ്ട്, പിസ്ത, ബദാം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറെ മുട്ടായികളുണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്. കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് എന്ത് വേണേൽ ഇതാക്കാം. പല ടൈപ്പ് ഓഫ് മുട്ടായികളുണ്ട് ഇവിടെ. ഇതുണ്ടോ മുട്ടായിക്കുന്ന കോക്കനട്ടിൻ്റെ ഒക്കെ ഉണ്ട്, പൈനാപ്പിളിൻ്റെ, മാംഗോ ജാംസ് ഒക്കെ ഉണ്ട്, പല ടൈപ്പ് ജാമുകൾ. കാജു കോക്കനട്ട് എന്തൊരു സാധനം ഉണ്ട്, ഇതുണ്ടോ നമുക്ക് അവൈലബിൾ ആണ്.